നമസ്കാരം. കർക്കിടക മാസം ആരംഭിക്കുകയാണ്. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ദക്ഷിണായനവും ജൂലൈ 17-നാണ് തുടങ്ങുന്നത്. രാമായണ മാസത്തിന്റെ ആരംഭം അന്ന് തന്നെയായി പരാമർശിക്കുന്നു. കർക്കിടകം രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതാണ്. കർക്കിടകം 27-നും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്നേ ദിവസമാണ് പിതൃബലി അഥവാ കർക്കിടക വാവ് സംഭവിക്കുക. ഈ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ, അതായത് നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം, ഇത്തരം ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ അത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ തീർച്ചയായും കൂടുതൽ ഗുണഫലങ്ങളായി ജീവിതത്തിൽ വന്നു ചേരും. ശ്രീരാമജയം എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുള്ള ഒരു മാസമായി കർക്കിടക മാസത്തെ പരാമർശിക്കാം. ഈ മാസം ചില കാര്യങ്ങൾ അനുകൂലമാകേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് പറയാം. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില അനുകൂല കാര്യങ്ങൾ സംഭവിക്കാത്ത ദിവസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആകുലതകളും പ്രയാസങ്ങളും മനസ്സിലുണ്ട്. അത് മറികടക്കുവാൻ സഹായിക്കുന്ന ഒരു മാസമാകണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന ഒരു പരിധി വരെ ഫലം കാണാവുന്ന മാസമായി തന്നെ കർക്കിടക മാസം മാറാവുന്നതാണ്. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണകരവും അതേപോലെ തന്നെ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് നഷ്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാം. തീരുമാനങ്ങൾ അത് കൃത്യമായി എടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കും. എന്നാൽ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്നത് ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തീരുമാനങ്ങൾ അത് കൃത്യതയോടെ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും കൃത്യമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൃത്യമായ ശ്രമങ്ങളിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പ്രയത്നങ്ങൾ സഫലമാകാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും സുഗമമായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. എന്നാൽ ഗ്രഹാനുകൂല്യമില്ലാത്തതിനാൽ വാഹനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്പം തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം തന്നെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, ശുഭകാര്യങ്ങൾ സംഭവിക്കാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സമയം ചില ഗുണാനുഭവങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാണ് മുൻപിലുള്ളത്. അത്രമേൽ പ്രയാസങ്ങളുണ്ട്, വിഷമതകളുണ്ട്. ദാരിദ്ര്യപൂർണമായ, അതായത് അത് ധനം കൊണ്ട് മാത്രമാകണം എന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാത്തതായ അവസ്ഥ, മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രഥമമായ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ്. ഈ സമയം നിങ്ങളുടെ കഴിവുകൾ അത് പലർക്കും തിരിച്ചറിയുവാൻ സാധിക്കും. തൊഴിൽപരമായ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം. പ്രോത്സാഹനം സിദ്ധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ക്ഷോഭശീലം വർദ്ധിക്കുന്നത് ദോഷകരമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നത് തൊഴിൽപരമായി മാത്രമല്ല, പ്രവൃത്തികളിൽ ശോഭിക്കുവാൻ സാധിക്കും. തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുക.
ധനപരമായ ചില സഹായങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സിദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു മത്സരങ്ങൾ നേരിടേണ്ടതായി വരും എങ്കിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ശക്തി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യം തുണയ്ക്കും. നിങ്ങൾക്കത് ഈ മാസം ഗുണകരമായി തന്നെ ഭവിക്കും. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സമയം പല വിധത്തിലും ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത് അനിവാര്യമാണ് എന്നത് വാസ്തവമാണ്. അതൊരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാവുന്ന സമയം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായി അല്പം ഉയർച്ച ഉണ്ടാകാം എന്നുള്ളതാണ്. കൂടാതെ പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കും. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വിഷമതകൾ ഉണ്ടാകാം. പല കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും ആ എതിർപ്പുകളെ മറികടന്ന് പ്രവർത്തിക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിജയങ്ങളും നേടിത്തരുവാൻ സഹായകരമായി തീരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും കടം വീട്ടുവാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സഹായങ്ങൾ ധനപരമായി ലഭിക്കാം. ചില കാര്യങ്ങൾ പ്രയോജനമില്ല എന്ന ബോധ്യത്താൽ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു അനുമതി നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ചില സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഒത്തുചേരാവുന്നതാണ്. അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ചില വ്യക്തികൾ കൈത്താങ്ങാകാം. ഈ സമയം ചില കാര്യങ്ങൾ ലഭിക്കണം എന്നൊരാഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയും എന്നാൽ തുടക്കത്തിൽ ടെൻഷൻ ഉണ്ടാകും എങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അലസത പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയമാണ്. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയത്തിലെത്തുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന കാര്യം കൂടി ഓർക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകാവുന്നതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ സമയം തന്നെയാണ്. പ്രത്യേകിച്ചും ചതി, ക്ഷോഭം വർദ്ധിക്കുക, കൂടാതെ ചില വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാതിരിക്കുക, ചില വ്യക്തികളാൽ മനസ്സ് വേദനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത് നിങ്ങളുടെ ഊർജത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ നിരവധിയാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നേർവിപരീതം സംഭവിക്കുന്ന ഒരു കാലമാണ് മുൻപിലുള്ളത്. പലപ്പോഴും പ്രയാസങ്ങളിൽ പലരും ഒപ്പമില്ല. കടബാധ്യതകളോ ധനപരമായ പ്രയാസങ്ങളോ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മാറ്റം വേണം എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരല്പം മാറ്റം നിങ്ങൾക്ക് പ്രകടമാകാവുന്ന സാഹചര്യമുണ്ട്. 11 ആദിത്യ ബൃഹസ്പതി യോഗം നിങ്ങൾക്ക് വളരെ ഗുണകരമായി തീരാം. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ, താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ വർദ്ധിക്കുന്ന ഒരു സമയം. യാത്രാ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശത്രു വിജയങ്ങൾ വന്നു ചേരാം. ധനവരവ് പ്രതീക്ഷിക്കുന്ന അത്രയും മോശമാകണം എന്നില്ല. കാര്യങ്ങൾ നടന്നു പോവുകയും പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിൽ കുടുങ്ങി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം.
ഈ സമയം ക്ഷോഭം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കാം. അനാവശ്യമായ കാര്യങ്ങളിൽ തലയിടുന്നതായ സാഹചര്യം. പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നാം. എന്നാൽ തുടക്കത്തിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ശ്രദ്ധ പുലർത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്ന് ചതിയാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്ന സാഹചര്യം. കൂടാതെ ഈ സമയം തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, ദേഷ്യം, നിർബന്ധ ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ആലസ്യം നിങ്ങളെ ബാധിക്കാം. പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം. ഇതെല്ലാം തീർച്ചയായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം കാര്യങ്ങളിൽ മുടക്കം വരുത്താതിരിക്കുവാനും പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതിനോടൊപ്പം ഉപാസനകളിൽ മുടക്കം വരാതെ നോക്കണം. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം വരണം എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. സന്തോഷമുണ്ട് എന്ന് പുറമെ അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. പല പ്രശ്നങ്ങളും തുറന്നു പറയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്താണോ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, തടസ്സങ്ങളാൽ, ശത്രുദോഷത്താൽ അത് ജീവിതത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്ന വ്യക്തികളാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന കരച്ചിൽ, കണ്ണുകൾ നിറഞ്ഞു പോകുന്ന സാഹചര്യം, മനസ്സ് വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും കുത്തി നോവിക്കുന്ന സാഹചര്യം, ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായ സാഹചര്യം, ചെയ്യുന്ന കാര്യങ്ങളിൽ അർഹതയ്ക്കനുസരിച്ച് ഫലം ലഭിക്കാത്തതും, അനർഹരായ വ്യക്തികൾ നിങ്ങളുടെ പല അനുകൂല കാര്യങ്ങളും തട്ടിയെടുക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരു മാറ്റം വരണം എന്ന പ്രാർത്ഥനയ്ക്ക് ഫലം സിദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഈ സമയം ചില മാറ്റങ്ങൾ അനുഭവവേദ്യമാക്കാം. ഈ സമയം കന്നിക്കൂറുകാർക്ക് വ്യാഴം, രവി അഥവാ സൂര്യൻ 11 നിൽക്കുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ കേതു, ശുക്രൻ 11 സഞ്ചരിക്കുന്നതിന്റെ ഗുണവും നിങ്ങൾക്ക് ലഭിക്കും. വരുമാന മാർഗം പുഷ്ടിപ്പെടാം. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. അനുമതി പല കാര്യങ്ങളിലും സിദ്ധിക്കാം. കൂടാതെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ രൂപപ്പെടാം. കൂടാതെ അപ്രതീക്ഷിത തടസ്സങ്ങൾ, എതിർപ്പുകൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും അതിൽ നിങ്ങൾ തളരാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. എതിർപ്പുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ധനപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഉപാസനകൾക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതിനോടൊപ്പം ഭാഗ്യത്തിന് തടസ്സം നിൽക്കുന്നതായ ആലസ്യം, പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം, ദേഷ്യം, ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുക, ചിന്തിക്കാതെ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ വിനിയോഗിക്കണം. ഉത്രാടം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യം കൂടി ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്താണോ ജീവിതത്തിൽ നേടേണ്ടത് അത് പലപ്പോഴും ലഭിക്കാത്തതായ അവസ്ഥ, നേട്ടങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അർഹമായത് നിങ്ങളിലേക്ക് വരാത്തതായ സാഹചര്യം പോലുമുണ്ട്. ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം അന്യനാട്ടിൽ ജോലി തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം. ഈ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമാകും എന്ന് ചിന്തിച്ചാൽ പോലും അനുകൂലമാകാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ സംഭവിക്കും, ജോലി ലഭിക്കാം,
തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എന്നത് വാസ്തവം തന്നെയാണ്. ആ സമ്മർദ്ദങ്ങളെ തരണം ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും ഒരു കാത്തിരിപ്പ് തുടരേണ്ടതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ദുഷ്പ്രേരണകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഭാഗ്യത്തെ നഷ്ടപ്പെടുത്താം. പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ എടുത്തു ചാടി തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ പാടുള്ളതല്ല. കൃത്യമായ ചിന്തകൾ ഈ സമയം ആവശ്യമായിട്ടുണ്ട്. പ്രവൃത്തികളിൽ ഒരിക്കലും മടി പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം തുടക്കത്തിൽ ചില കാര്യങ്ങൾ എതിരാണ് എങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം എങ്കിലും ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ അപ്രതീക്ഷിതമായ ചില വ്യക്തികളെ സഹായിക്കുകയും എന്നാൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും സഹായമോ പിന്തുണയോ അത്തരം ചില കാര്യങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ടാകാം. തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കപ്പെടേണ്ട സമയമാണ്. ഭാഗ്യം നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതിന് കാരണമായി തീരും. ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സിദ്ധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കും. എന്നാൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ല. ധനപരമായ പ്രയാസങ്ങളുണ്ട്. ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. മനസ്സ് കുത്തി നോവിക്കുന്നതായ സാഹചര്യം, പലവിധ ചിന്തകൾ, ആകുലതകൾ, സന്താനങ്ങളെ കുറിച്ചുള്ള ആകുലതകൾ, ഇത്തരം പല വിഷമതകളുമുണ്ട്. എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായി മറ്റുള്ളവർക്ക് തോന്നാം. എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയൂ. അതാണ് സാഹചര്യം. എന്നാൽ ഈ സമയം നോക്കുമ്പോൾ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കാം. ചില പ്രതികൂല കാര്യങ്ങളും സംഭവിക്കാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മുൻപെടുത്തതുപോലെ നിലപാടുകളിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവരുവാനും പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം എന്താണോ ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അത് നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു തൊഴിലുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം വായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ചില കാര്യങ്ങൾ തടസ്സപ്പെടും എങ്കിലും വീണ്ടും ശ്രമഫലമായി അത് അനുകൂലമാക്കി തീർക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അവിവാഹിതരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാവുന്ന അല്ലെങ്കിൽ അനുയോജ്യമായ ചില ആലോചനകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അലോസരങ്ങൾ ഉണ്ടാകാം. അതിനാൽ തുടക്കത്തിലെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഉപാസനകൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ്. അതിനാൽ അത് മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകണം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ സമയം അനുകൂലമാണ്. അല്ലെങ്കിൽ ചില ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കാം. ആലസ്യം, ദേഷ്യം അഥവാ ക്ഷോഭം, എടുത്തുചാട്ടം, മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുക, ചിന്തിക്കാതെ തന്മൂലം പ്രവർത്തിക്കുക, ഇത്തരം ചില കാര്യങ്ങൾ ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലവിധ ചിന്തകളാൽ മനസ്സ് ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം. പണം ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ അതിനാൽ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്.
ധനം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. പണം അത്രമേൽ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. തർക്കങ്ങളുണ്ട്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആകുലതകളുണ്ട്, തൊഴിൽപരമായ ചില ടെൻഷനുകൾ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, അത്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കർമ്മഗുണം പ്രതീക്ഷിക്കാവുന്ന സമയം, മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസം, പല ദൗത്യങ്ങളും വിജയിപ്പിക്കുവാൻ സാധിക്കും, പ്രീതി പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും, ഏകോപനം സാധ്യമാകും, ആദായം കുറയും എങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനഫലമായി ആദായം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു മുടക്കം തുടക്കത്തിൽ സംഭവിക്കാം എങ്കിലും പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിന്റെ ഗുണത്താൽ അത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സമയം വാങ്ങുവാൻ സാധിക്കും, ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും, പ്രണയാനുഭവങ്ങൾ അനുകൂലമായി തീരാം, സ്വരച്ചേർച്ച ഇല്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കാം. കൂടാതെ വിഷാദശീലം നിങ്ങൾക്ക് അത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ്. കൂടാതെ ഉപാസനകൾക്ക് മുടക്കം വരാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ മുടക്കരുത്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പ്രണയാനുഭവങ്ങൾ അല്പം അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ ചില തർക്കങ്ങൾക്കുള്ള സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. കൂടാതെ പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന മനക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്നാൽ തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കൂടുതൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കണം. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരും മറ്റ് വ്യക്തികളാണ് എങ്കിലും അവർക്കും ഈ വഴിപാട് നടത്താം. നിങ്ങൾക്ക് ഗണപതി ഹോമം നിങ്ങളുടെ പേരിൽ നടത്താവുന്നതാണ്. അതോടൊപ്പം ഭഗവതി സേവ കൂടി നടത്തി പ്രാർത്ഥിക്കുക, ഏറ്റവും ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എങ്കിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലാണ് എങ്കിലും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഈ സമയം തീർച്ചയായും ദർശനം കൂടി നടത്തുക. നിങ്ങൾക്കത് ശുഭഫലങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.